Hi friends, welcome to FireTV channel. അപ്പോൾ നമുക്ക് Mi Box കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണ്. അങ്ങനെ നമ്മുടെ ചാനലിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങിച്ചത്. ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ലേറ്റർ നമുക്ക് ഇതിന്റെ ഒരു ഫുൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വീഡിയോ നമുക്ക് നോക്കാം. ആദ്യം അൺബോക്സിംഗ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ഡു ദ അൺബോക്സിങ്. നമ്മുടെ ആദ്യത്തെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ സ്റ്റിക്കറൊക്കെ ഇളക്കുവാണ്. യെസ്, സോ ലെറ്റ്സ് സീ വാട്ട്സ് ഇൻസൈഡ് ദ ബോക്സ്. യെസ്, നമ്മുടെ Mi ബോക്സിൻ്റെ 4K ഡിവൈസ് നിങ്ങൾക്കിപ്പോൾ കാണാം. നമുക്കപ്പോൾ ഇനി ഇത് പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ Mi ബോക്സിൻ്റെ കവർ. ഔട്ട്സൈഡ് ബോക്സ് ഇതാണ്. ഗൈസ്, അപ്പോൾ ഇത് ക്രോംകാസ്റ്റ് അൾട്രാ ബിൽറ്റിൻ ആണ്. അപ് ടു 4K വരെ നമുക്കൊരു മൊബൈലിൽ നിന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈലിൽ നിന്ന് 4K വീഡിയോ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ക്രോംകാസ്റ്റിൻ്റെ അൾട്ര ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഒരു ഗെയിം പോലെ നമുക്കിതൊന്ന് കാസ്റ്റ് ചെയ്ത് ലാഗ് ഇല്ലാതെ പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുപോലെ ഇത് 4K HDR10 സ്റ്റാൻഡേർഡ് വെർഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇൻബിൽറ്റ് ഉണ്ട്. അപ്പം 4K HDR ആണ് ഇതിൻ്റെ പ്ലേ ബാക്ക് കേപ്പബിലിറ്റി. അപ്പോൾ ഇതിന് ഏറ്റവും താഴെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് പ്രൈമും നെറ്റ്ഫ്ലിക്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് TV സ്റ്റിക്കുകൾ മാത്രമേ രണ്ടും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നുള്ള ലൈസൻസ് ഉള്ളത്. അപ്പോൾ നേരത്തെ MIക്ക് ഒരു ഫീച്ചർ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അവർ പ്രൈമും കൊണ്ടുവന്നത്. നേരത്തെ നെറ്റ്ഫ്ലിക്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, അതുപോലെ സ്പോട്ടിഫൈ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം 3 സ്റ്റെപ്പ് സെറ്റപ്പ് ആണ് ഇതിനുള്ളത്. ഒന്ന് ജസ്റ്റ് കണക്ട് ടു Mi ബോക്സ് എന്നൊരു HDMI വെച്ച് കണക്ട് ചെയ്യുക. നമ്മൾ വയർലെസ് വൈഫൈ കണക്ട് ചെയ്യുക. അത് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് സ്ട്രീമിംഗ്, അതാണ് ഇതിന് സിമ്പിൾ സ്റ്റെപ്പാണ്. നമുക്ക് ഒരാൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് HDR10 കേപ്പബിലിറ്റി ഉണ്ട്. DTSൻ്റെ 2.0 എന്നുള്ള ലേറ്റസ്റ്റ് വെർഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡോൾബി സൗണ്ട് ആണ്. അതുപോലെ തന്നെ നമുക്ക് ക്രോംകാസ്റ്റ് അൾട്രാ 64 ബിറ്റ് കോഡ് കോർ 4 കോറുള്ള കോഡ് കോർ CPU ആണ് ഇതിനുള്ളത്. അതൊക്കെയാണ് നമുക്ക് ഈ സൈഡിലുള്ളത്. അതുപോലെ തന്നെ റിമോട്ട്, ഇതിലൂടെ HDMI കേബിൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അതൊക്കെയാണ് ഈ ബോക്സിൻ്റെ പുറത്ത് കാണുന്നത്. ഇനി നമുക്ക് അകത്തെന്താ നോക്കാം. ഇനി നമുക്ക് ഒരു അൺബോക്സിങ് കൂടെ വരുന്നുണ്ട്. കാരണം ഇതൊരു ബോക്സ് നമുക്ക് സീൽ ചെയ്തേക്കുവാണ്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് പൊട്ടിക്കാൻ വേണ്ടി ഇവിടെ നമുക്കൊരു സീലുണ്ട്. യെസ്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ചെയ്യേണ്ടുന്നത് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് സീല് പൊട്ടിച്ച് നമുക്കിനി തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തു. നമുക്ക് ഫസ്റ്റ് വേണ്ടുന്ന അവരുടെ ഒരു യൂസർ മാനുവലാണ്. ഇതിൽ നമുക്ക് എക്സാക്ട്ലി കാണാൻ പറ്റും എങ്ങനെ അത് കോൺഫിഗർ ചെയ്യുന്നതെന്നും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ ഒരാൾക്ക് പോലും ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് എങ്ങനെ കണക്ട് ചെയ്യണം, യൂസ് ചെയ്യണം എന്നൊക്കെ ഈ ഒരു മാനുവലി ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാ ടെക്കൊന്നും കൂടുതൽ അറിയാത്ത ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടെ മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് അടുത്തതിനും കാണുന്നത് നമ്മുടെ Mi ബോക്സ് ഡിവൈസാണ്. ഇതാണ് നമ്മുടെ Mi ബോക്സിൻ്റെ ഡിവൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയ ഡിവൈസാണ്. നമ്മുടെ കയ്യിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു സൈസേ ഉള്ളൂ ഈ ഒരു ഡിവൈസിന്. നമുക്ക് കാണാം ചെറിയൊരു ഡിവൈസ്, വളരെ ടൈനിയാണ് ഈ ഒരു ഡിവൈസ്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസിൻ്റെ സൈഡ് വ്യൂ ഒക്കെ നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്, ഒരു USB പോർട്ട് ഉണ്ട്, 2 ആണ്, USB 2.0 ആണ്. അതുപോലെ തന്നെ നമുക്കൊരു HDMI ഉണ്ട്, CEC സപ്പോർട്ടാണ്, HDMI 2.0 ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഓഡിയോ ജാക്ക് ഇവിടെ കാണാൻ പറ്റും, ഓഡിയോ ജാക്ക്. അപ്പോൾ നമുക്ക് ഇതുവഴി നമുക്ക് സ്പീക്കറോ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ USB പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് കണക്റ്റുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് HDMI പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു നമ്മുടെ FireTV സ്റ്റിക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്
USB പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ പോർട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന് കമ്പയർ ടു FireTV Stick ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബോക്സിനകത്ത് വേറെ എന്താണുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് MI ബോക്സ് മാറ്റി വെക്കാം. ഇതിനകത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാം ഒരു ചാർജിങ് പോർട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് MIയുടെ തന്നെ 5 വോൾട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ചാർജിങ് പോർട്ട്. അതെ, 5 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്കുള്ളത് HDMI കേബിൾ. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ കൂടെ HDMI കേബിൾ വരുന്നുണ്ട്. നമുക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരെണ്ണം വാങ്ങണമെങ്കിൽ 10-500 രൂപ ചിലവാകും. HDMIയുടെ 4K സപ്പോർട്ട് ചെയ്യുന്ന 2.0 വേർഷനുള്ള HDMI കേബിൾ വാങ്ങണമെങ്കിൽ നമുക്ക് 500 മിനിമം ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല നീളമുള്ളൊരു കേബിളാണിത്. കാണാം, നിങ്ങളുടെ ഡിവൈസ് ദൂരെ വെച്ചാൽ പോലും നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഈ അത്യാവശ്യം നീളമുള്ള കേബിളാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ഈ ടേബിളിൻ്റെ 2 സൈഡും അത്യാവശ്യം എത്തുന്നുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് ഈ ബോക്സിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MIയുടെ ഒരു റിമോട്ടാണ് ഇനി അടുത്തതുള്ളത്. നമുക്ക് നോക്കാം. ഇത് MIയുടെ ഒരു റിമോട്ടാണ്. ഈ നമ്മുടെ MI ബോക്സ് കൺട്രോൾ ചെയ്യുന്ന റിമോട്ടാണ്. നമുക്ക് അകത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ ബാറ്ററി വരുന്നില്ല. അതൊരു നമ്മൾ സെപ്പറേറ്റ് ബാറ്ററി വാങ്ങണം. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട്. നിങ്ങൾക്ക് കാണാം, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ ഒക്കെ ഓപ്പൺ ആക്കാനുള്ള ഡയറക്റ്റ് ബട്ടൺ ഉണ്ട്. ഗൂഗിൾ അസിസ്റ്റൻ്റ് വോയിസ് ആക്ടിവേറ്റ് ഉള്ള ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വോളിയം റോക്കർ ഉണ്ട്, മെനു ബട്ടൺ ഉണ്ട്, ബാക്ക് ബട്ടൺ. അതൊക്കെ മിനിമലാണ്. അധികം ബട്ടൺസ് ഒന്നുമില്ല. വളരെ മിനിമലായിട്ടുള്ളൊരു റിമോട്ടാണ്. കമ്പയർ ടു നമ്മുടെ FireTV Stick തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ മിനിമലായിട്ടൊരു റിമോട്ടാണ് ഇതിനോട് കിട്ടുന്നത്. ഇതിനോട് ബാറ്ററി ഇല്ല. ഇതിൻ്റെ ബാറ്ററി വരുന്നില്ല. നമ്മൾ ബാറ്ററി സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. AAAയുടെ 2 ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അഡീഷണൽ വാങ്ങേണ്ടി വരും. അപ്പോൾ അതാണ് ഈ ബോക്സിനകത്തുള്ളത്. നമുക്കിനി അടുത്തത് എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നുള്ളത് നോക്കാം. ഉള്ളത് നമ്മുടെ TV-യിൽ കണക്ട് ചെയ്യാൻ പോകണം. അതിന് വേണ്ടി ഞാൻ എൻ്റെ പവർ കേബിൾ ബാക്കിൽ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ HDMI കേബിളും കണക്ട് ചെയ്തു. ഇനി ഞാൻ എൻ്റെ ഈ പോർട്ട് നമ്മുടെ TV-യുടെ HDMI പോർട്ടിൽ കണക്ട് ചെയ്യാൻ പോകണം. അതുപോലെ ഇത് പവർ പോർട്ടിലും കണക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ബാക്കി സ്ക്രീനിൽ നോക്കാം. ഗൈസ്, നമ്മളപ്പോൾ MI ബോക്സ് കറണ്ടിൽ കണക്ട് ചെയ്തിട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഓണായി വരുന്നുണ്ട്. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് TV ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന പോലെയാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആൻഡ്രോയിഡ് TV ഒക്കെ എങ്ങനെ ബൂട്ടായി വരുന്നു അതുപോലെയാണ് ഇത് ഓണായി വരുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈം സെറ്റപ്പ് ഒക്കെ ഒന്ന് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ റിമോട്ടിൽ ഞാൻ ബാറ്ററി ഇട്ടിട്ടുണ്ട്. AAAയുടെ 2 ബാറ്ററി ഇട്ടിട്ടുണ്ട്. അതാണ് അവർ ഇനി കാണിക്കുന്നത്. പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമ്മുടെ റിമോട്ട് പെയർ ആയിട്ടുണ്ട്. ഞാൻ 2 ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ റിമോട്ട് പെയർ ആയി. ഇനി നമുക്ക് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കാം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ഓക്കെ ഗൂഗിൾ സെറ്റപ്പ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യും. ആ സെറ്റപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡിവൈസ് സെർച്ച് ചെയ്തിട്ട് വൈഫൈ വഴി സെർച്ച് ചെയ്ത് കണക്ട് ആവും. കണക്ട് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സെറ്റപ്പ് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്യുകയാണ്. ഇനിയുള്ള സെറ്റിങ്സ് ഒക്കെ നമുക്ക് വായിച്ച് നോക്കി ആവശ്യമുള്ളത് യെസ് കൊടുക്കുക. ലൊക്കേഷനൊക്കെ ഡിസേബിൾ ചെയ്യുക. ഇനി നിങ്ങളുടെ Gmail അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. നമുക്കിവിടെ നമ്മുടെ മെയിൻ Gmail അക്കൗണ്ട് വെച്ചിട്ട് നമ്മുടെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് സിങ്ക് ആവും. ഗൂഗിൾ അക്കൗണ്ടായിട്ട് ഈ ഒരു ഡിവൈസ് സിങ്ക് ആവും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി കൊടുക്കുക. ലൊക്കേഷൻ വേണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യുക. അപ്പം ഇതൊക്കെ നമുക്ക് നോ കൊടുക്കാം, കാരണം നമ്മുടെ ഡേറ്റ സെലക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറേ സെറ്റിങ്സിനേ ഉള്ളൂ. പേഴ്സണൽ റിസൾട്ട് ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ സെറ്റിങ്സ് ആണിത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് MI ബോക്സിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ MI ബോക്സിൻ്റെ സെറ്റപ്പ്. നമ്മളിനി ആ ഒരു റിമോട്ടിൻ്റെ 3 റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരെ ഹോം സ്ക്രീനിലെത്താം. ഇതാണ് നമ്മുടെ MI ബോക്സിൻ്റെ സെറ്റപ്പ്. ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. ഇനി നമുക്ക് മെയിൻ പേജിൽ തന്നെ കാണാം ആൻഡ്രോയിഡ് 9-ൻ്റെ പുതിയ അപ്ഡേറ്റിൻ്റെ ഒരു ലേറ്റസ്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ബാക്കി റിവ്യൂ ഞാൻ ഇനിയും ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മൾ നാളെ ഇതിന്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു കമ്പാരിസൺ വിത്ത് FireTV Stick 4K ആൻഡ് ഇത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.